തെഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത, ഇതിൽ പങ്കെടുക്കുന്ന സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലിത്തമാർ, സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വൈസ് പേട്രനായിട്ടുള്ള മാർ സെറാഫിം, മാർ അപ്രേം, മറ്റ് എപ്പിസ്കോപ്പന്മാർ, പ്രിയപ്പെട്ട മഹേഷ് അച്ഛൻ, ഉമ്മൻ ഫിലിപ്പച്ചൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, എൻ്റെ തലമുറയിൽപ്പെട്ട അച്ഛന്മാരെ, എൻ്റെ അനുജന്മാരായിട്ടുള്ള അച്ഛന്മാരെ, സെമിനാരി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു യോഗത്തിൽ 2 സന്ദേശങ്ങൾ നൽകാൻ എനിക്ക് അവസരം നൽകിയത് പോളച്ചനാണ്, സെറാഫിൻ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി. ഞാൻ കഴിയുന്നതും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ്. ഭീഷണിയോട് പുറത്താണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം എൻ്റെ സീനിയറായിരുന്നു. ഞാനൊരു അല്പകാലം സെമിനാരി വഴിയൊക്കെ പോയിരുന്നു, ഒരു 25 വർഷം മുമ്പ്. അന്ന് ഞാൻ എൻ്റെ സെമിനാരി പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെട്ട്പട്ട് മാർത്തോമ പള്ളിയിലാണ് ഒരു 2 മാസം ഉണ്ടായിരുന്നത്. അന്ന് അവിടുത്തെ വികാരി സാക്ഷാൽ മഹേഷ് അച്ഛനായിരുന്നു. അന്ന് അവിടുത്തെ അസിസ്റ്റൻറ്റ് വികാരിയായിരുന്നു നമ്മുടെ സാക്ക് അലക്സാണ്ടർ അച്ഛൻ. 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിന്ന് നേരിൽ കാണുന്നത് സക്രിയ അലക്സാണ്ടർ അച്ഛനെ. മഹേഷ് അച്ഛനുമായിട്ട് പിന്നീടും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. മാർ മക്കാറിയോസ് തിരുമേനി പിന്നിൽ, ഐ അക്നോളജ് യു ബിഷപ്പ്. സെമിനാരിയിൽ ഒരിക്കൽ വർഷിപ്പ് എടുക്കേണ്ട സമയത്ത് എന്നെ ഗൈഡ് ചെയ്തത് മാർ മക്കാറിയോസ് തിരുമേനിയായിരുന്നു. അപ്പോൾ സർ, I can see many familiar faces here with a lot of love from Ernakulam, a lot of love from Union Christian College, Aluva. Thank you for having me. That was a very energetic singing session. അതിനുശേഷം എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, യോ വാട്സാപ്പ് യോ, നോ റിപ്ലൈ. ഒരു യോ കൊടുക്കാമോ 113ാമത്തെ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന്? Give it up for the singing team. Yo. Give it up for our bishops, for our achans, for ourselves. That's cool. That's very cool. ഞാൻ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസിനെ പറ്റി അറിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലത് ശ്രദ്ധിക്കാൻ നോക്കി. റോബിനച്ചൻ്റെ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ബൈബിൾ സ്റ്റഡി. താങ്ക് യു. ഞങ്ങൾ തമ്മിൽ, ബിലീവ് യു മീ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. സംസാരിക്കണം, പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ദൈവകൃപയാൽ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, ഞാനത് പറയാൻ കാരണം അതിൽ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ CJ അലക്സാണ്ടർ അച്ഛൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വരി അവിടെ എഴുതി. അതാണ് ഇന്നത്തെ ആദ്യത്തെ ടോക്കിൻ്റെ എൻ്റെ തീം. നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നീ പോകുന്നിടത്തൊക്കെയും എൻ്റെ ജീവനെ ഞാൻ കൊള്ള പോലെ നിനക്ക് തരും. എൻ്റെ ആദ്യത്തെ ടോക്കിൻ്റെ തീം അതാണ്. ലൈഫ് ആസ് എ ബ്യൂട്ടി, കൊള്ള മുതൽ പോലെ ജീവൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ നെറ്റ്ഫ്ലിക്സിലെ അഡോളസൻസ് എന്ന് പറഞ്ഞ ഈ സീരീസ് ഒരു ഭയങ്കര റേജാണ്. അപ്പോൾ പല കുട്ടികളും ഇതുപോലെ പറഞ്ഞപ്പം ഞാൻ അത് കണ്ടേക്കാം എന്ന് വിചാരിച്ചു. പൊതുവേ നമ്മൾ അത് ശ്രദ്ധിക്കാത്തതാണ്. ബൈ ദ വേ, ഐ എം 50, ക്ലോസ് ടു 50. സോ ഞാൻ 80s കിഡാണ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. സോ ഞാനത് ശ്രദ്ധിച്ചപ്പം എനിക്ക് അതിനകത്ത് പല കാര്യങ്ങൾ മനസ്സിലായി. റെഡ് പിൽ എന്താണെന്ന് അന്നേരം മനസ്സിലായി, ഗ്രീൻ പിൽ എന്താണെന്ന് മനസ്സിലായി, പിന്നെ സിഗ്മ മെയിൽ, ആൽഫ മെയിൽ, ബീറ്റ മെയിൽ, ഒമേഗ മെയിൽ, ഡെൽറ്റ മെയിൽ. കഴിഞ്ഞ ദിവസം ആരാണ്ട് കോളേജിൽ എന്നോട് പറഞ്ഞു, മുഖത്ത് നോക്കി യാതൊരു ജാള്യതയും ഉളുപ്പുമില്ലാതെ പറഞ്ഞു, താങ്കൾ ഒരു ബീറ്റയാണ്, യുവർ എ ബീറ്റ. അതിന് പ്രാസവപ്പിച്ച് മലയാളത്തിൽ വേറെ പദങ്ങളുണ്ട്.
പക്ഷേ അത് കാനോനികമല്ല. മോത്തി അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞത് കാനോനികമല്ലാത്തതുകൊണ്ട് ബിഷപ്പുമാരിവിടെ ഉള്ളത് കൊണ്ടും എൻ്റെ ചെറുക്കൻ്റെ ആദ്യ കുർബാന നടക്കണം, അവൻ്റെ കല്യാണം നടക്കണം, വീട്ടിലിനി ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പ്രാസോപ്പിച്ച് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത്, ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായി. ഒരു കാര്യം മനസ്സിലായത് പിതാക്കന്മാരോട് പറയാം. നമുക്ക് ഒരു മാർത്തോമ പേരൻസ് കോൺഫറൻസ് തുടങ്ങണം. Are you with me? Do you want a മാർത്തോമ പേരൻസ് കോൺഫറൻസ്? എൻ്റെ ചെറുക്കൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവാറില്ല. അതിൻ്റെ കൂടെ ഈ സീരീസും കൂടെ കണ്ടപ്പം, യു ഷുഡ് വാച്ച് ദ സീരീസ് പ്ലീസ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. 4 എപ്പിസോഡേ ഉള്ളൂ, 1 മണിക്കൂറോ അതിൽ താഴെ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് കാണാം. നിങ്ങളുടെ കഥയാണ്, ഞങ്ങളുടെയും കഥയാണ്. നിങ്ങളുടെ കഥ എങ്ങനെയാണ് ആകുന്നത്, അത് നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നു, നിങ്ങൾ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നു എന്നുള്ളത്. ഞങ്ങളുടെ കഥ എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് ഞങ്ങളെ തിരിച്ചറിയിപ്പിക്കുന്നത്. സോ എനിക്ക് ആ സീരീസ് കണ്ടപ്പോൾ ഭയങ്കര കുറ്റബോധമാണ് തോന്നിയത്. അതിനകത്ത് ചെറുക്കൻ, ഒരു മകൻ അപ്പനോട്, അപ്പൻ എന്തോ സംസാരിച്ച് വന്നപ്പം അപ്പൻ ചെറുക്കനെ സൺ എന്ന് പെട്ടെന്ന് കയറി വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മോൻ തിരിച്ചിട്ട് പറയാണ്, സൺ, യു നെവർ കോൾ മീ സൺ. അപ്പോഴെനിക്ക് ബോധ്യപ്പെട്ടത്, ഓ, ഞാനും ഞങ്ങളുടെ ചെറുക്കനെ മോനെ ഒന്നും വിളിക്കാറില്ല. കോളേജിലെ സകല പിള്ളേരെയും, UC കോളേജിലെ പിള്ളേരോടുണ്ട്, കോളേജിലെ സകല പിള്ളേരെയും ഞാൻ വിളിക്കുന്ന മോനെ, കുട്ട, എടാ ഉവേ, ചകരെ, ബാട, ഇങ്ങനെയാണ് വിളിക്കുന്നത് കോളേജിലെ പിള്ളേരെ. എന്നാൽ വീട്ടിൽ വന്നാൽ ഞാൻ ജോഷുവ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടുകാരി പറഞ്ഞു, നിങ്ങൾ ഫോണിൽ കൂടെ നാട്ടിലെ പിള്ളേരെ മുഴുവൻ മോനെ, കുട്ട, ചക്കരെ, എന്നാടാ എന്നൊക്കെ യൂസിലെ പിള്ളേർ ഇവിടെ ഉണ്ട്, ചോദിച്ചാൽ മതി. അതിൻ്റെ ഒരു കാരണം സ്നേഹം, രണ്ടാമത്തെ കാരണം പേരറിയത്തില്ല. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പേരറിയത്തില്ലെങ്കിലും സ്നേഹിക്കാം. ഞങ്ങളുടെ മൂത്താപ്പ എന്ന് ഞങ്ങൾ പറയും, ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുരു ഷേക്സ്പിയർ, അദ്ദേഹം ഇങ്ങനൊരു വാചകം എഴുതി, What is in a name which calls a rose, which by any other name would smell as sweet? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച പിള്ളേരാരും ഇവിടെ ഉണ്ടോ? ഇനി ആരും കൈവക്കത്തില്ല. എവിടെ? Okay, no worries. കൊച്ചെ ഐറീനെ, ഏതാ നാടകം? റോമിയോ ആൻഡ് ജൂലിയറ്റ്, ബ്രില്യൻറ്റ്. നീ ഇംഗ്ലീഷ് ആണോടാ? പ്രൈസ് ദ ലോർഡ്. വാട്ട്സ് യുവർ നെയിം? കം ടു യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. നീ മാർത്തോമ കോളേജിലാണോ? What are you doing there? Come to Union Christian College. ഞങ്ങൾ ഈ വർഷം ഓട്ടോണമസ് ആയി. പിള്ളേരെ പിടിക്കേണ്ട പണിയും ഞങ്ങൾക്കാണ്. എന്താ മോനെ? ഞാൻ തരാം അവിടെ. വാട്ട്സ് ഇൻ എ നെയിം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സീരീസ് കാണുന്ന സമയത്ത് ഞങ്ങളെപ്പറ്റി ചിന്തിക്കും, നിങ്ങളെപ്പറ്റി ചിന്തിക്കും. 2 കാരണങ്ങളാലാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പേരൻസ് കോൺഫറൻസിൻ്റെ കാര്യം ചർച്ചകളിൽ വരണം. നമുക്ക് മാതാപിതാക്കൾ അതിന് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ വിളിക്കരുത്, കുട്ടികളെ വിളിക്കണം, അവരെ കൊണ്ടെടുപ്പിക്കണം. എന്താണ് ഗ്രീൻ ഫ്ലാഗ്? തിരുമേനിക്കറിയാമോ? ബൈ ദ വേ, യു ആർ എ ഗ്രീൻ ഫ്ലാഗ്. All our bishops are green flags. I know, they're cool. ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? യു ആർ കൂൾ. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് നമ്മുടെ കൂടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമോ? എനിക്കിങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? കയറി അവിടെ തുടങ്ങിയപ്പോഴാണ് വിചാരിച്ചത് കൈമുത്ത് മേടിച്ചില്ലല്ലോ എന്ന്. പിന്നെ കുഴപ്പമില്ല അല്ലേ? പക്ഷേ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയാണ് അതിൻ്റെ രീതി. മറന്നുപോയി. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു കൈമുത്ത് മേടിക്കുകയും കൊച്ചു മേടിച്ചു. ഞാൻ മേടിക്കാൻ പറ്റില്ല, ഇറങ്ങി വരുമ്പോൾ മേടിക്കാം. നമ്മളൊന്ന് നല്ല ടേംസിലാണെങ്കിൽ മേടിക്കും. ഓക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പിള്ളേരെ കൊണ്ട്
എടുപ്പിക്കണം ക്ലാസ്സുകൾ. മാതാപിതാക്കൾ മനസ്സിലാക്കണം എന്താണ് സംഭവിക്കുന്നത്. ഞാനും ഒരു പിതാവാണ്. എനിക്ക് ഈ ഇംഗ്ലണ്ടിലിറങ്ങിയ ഒരു സീരീസ് കാണേണ്ട വന്നു പല കാര്യങ്ങളും മനസ്സിലാക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഒരു കുട്ടി ഞങ്ങളുടെ ഗൾഫിൽ നിന്ന് ഞങ്ങളുടെ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു. എന്തോ ഒരു കാര്യം സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക്, ഇതൊരു നല്ല എക്സസൈസാണ്, എന്തോ ഒരു കാര്യം സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാനെന്തോ ഒരു കാര്യം ചെയ്ത് കൊടുത്തു. അവൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവൾ എന്നെ നോക്കി പറഞ്ഞു, ദാറ്റ്സ് വെരി സെക്സി സർ എന്ന് പറഞ്ഞു. ഓ യാ, ഐ തോട്ട് ഇറ്റ് വാസ് എ കോംപ്ലിമെൻറ്റ്. ദാറ്റ് വാസ് നോട്ട് എ കോംപ്ലിമെൻറ്റ്. അങ്ങനെയാണ് ദാറ്റ്സ് വെരി ഗുഡ് എന്ന് ഈ പിള്ളേർ പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു പോകച്ചേ. I'm not even looking for it, by the way, but just in case somebody is, thinking. No, that's not what the child was saying. Oh, sir, that's very sexy. എന്നാണ് ആ കൊച്ചു പറഞ്ഞത്. I understood. അവൾ ഗൾഫിൽ നിന്നാണ് വന്നത്. ഇതൊക്കെ കുറച്ച് പിള്ളേരുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി കൊച്ചു വേറൊന്നും ഉദ്ദേശിച്ചില്ല. മഹേഷ് അവൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ദാറ്റ്സ് വെരി ഗുഡ് സർ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, ബട്ട് റൗണ്ട് അബൌട്ട് ഹിയർ വി ഡോണ്ട് ആക്ച്വലി യൂസ് ദാറ്റ് കൈൻഡ് ഓഫ് ലാംഗ്വേജ്. Why sir? It's sexy. I'm like, no, wait, hold. You could use this other synonyms. It's good. It's very good. Okay? പക്ഷേ ഈ ഭാഷ അവർക്കതിന് തെറ്റില്ല തിരുമേനി. എനിക്കറിയത്തില്ല. മാർ എപ്രയും ഒരു നല്ല കുർബാനയാണ്. ഒരു നല്ല കുർബാന ചൊല്ലി സുറിയാനിയൊക്കെ ഉപയോഗിച്ച് ചൊല്ലി വന്നു കഴിയുമ്പം ഏതെങ്കിലും ഒരു ജൻസി കൊച്ചു വന്നിട്ട് you should take it as a compliment. What the child is saying is, it's very, very, very good. It's very good. That sermon was sexy. It spoke to me. I'm just opening this up to you. By the way, I don't use this language. ഇത് എന്നെ തോക്കിൻ മുനയിൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. This is not my language, okay? But I'm just trying to, communicate with you, and I'm just trying to say how difficult it is for people of my age and people of this age. There is a huge gap. ഞാൻ അതാണ് ഈ പറഞ്ഞു വരുന്നത്. എന്താ ഈ പറഞ്ഞു വരുന്നത്? നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നതെന്നാണ് ഈ പറഞ്ഞു തുടങ്ങുന്നത്. Why are we doing this എന്നുള്ളതാണ് ചോദ്യം. ഇതിവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പിള്ളേരുടെ ഭാഷയാണ്. 97-നും 2012-നും ഇടയ്ക്ക് ജനിച്ചവരെയാണ് ജെൻ സി എന്ന് വിളിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന 90% ആൾക്കാരും ജെൻ സി ആണ്. പിന്നെ കുറച്ച് 90s കിഡ്സ് ഉണ്ട്, പിന്നെ എന്നെപ്പോലെ 80s കിഡ്സ് ഉണ്ട്, പിന്നെ ഏതൊക്കെയോ തലമുറകളിൽപ്പെട്ട ആരൊക്കെയോ 60s വസന്തങ്ങളുണ്ട്. they're all here. ഈ വാക്കുകൾ പരിചയമുണ്ട്. വിഗ് ഞാനൊരു ഓപ്പണറിന് വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. വിഗ് മീൻസ് ഈ കുട്ടികൾ വിഗ്, ദാറ്റ്സ് വിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എക്സൈറ്റഡ്, ദാറ്റ്സ് വെരി എക്സൈറ്റിംഗ് എന്നാണ് അതിനടുത്ത്. വോക്ക് നമുക്കിപ്പോൾ പരിചയമുള്ളതാണ്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. യു ജസ്റ്റ് എയ്റ്റ് ഇറ്റ് എന്ന് പറയുകയാണ്. ഓ, ദാറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് എന്നാണ്. വേടൻ യാ, വോയിസ് ഫോർ ദ വോയിസ്ലെസ്. ഭൂമി നമ്മുടെ ഇടമാണ്. വേടൻ ഒരു നല്ല പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ ജെൻസി പിള്ളേർ പറയും, ഓ ജസ്റ്റ് എയ്റ്റ് ഇറ്റ്. തിന്നുകളഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ സംഗതി തൂക്കിയെന്ന് അപ്പോൾ മലയാളത്തിൽ പിള്ളേർ വേടൻ തൂക്കിയെന്ന്. മാറപ്പുറം ഇസ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. Thank you, Bishop, for being here. We need you to be here. We need the bishops to be listening to this. And I'm so happy. മാർത്തോമ യുഹാനൻ മാർത്തോമ പറയുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും അദ്ദേഹം ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടെ വെയിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വി ആർ ദ ചേർച്ച്, യു ആർ ദ ചേർച്ച്. സഭ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ സഭയുടെ പിതാവിന് താല്പര്യമാണ്. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയാണ്.
അപ്പോൾ എന്നാൽ നിങ്ങൾ പുസ്തകമൊക്കെ ഒന്ന് എടുക്കുമോ, എന്നിട്ടേ ഈ ബാക്കിയുള്ളതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് എഴുതാൻ ശ്രമിക്കുമോ? അവിടെ ബേ ഉണ്ട്, ബേസിക് ഉണ്ട്, ബ്ര ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന എഴുത്. എന്തായിരിക്കാം, ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഇത് എന്താകാം എന്ന് വിചാരമുള്ളതൊന്ന് എഴുതാമോ? ബസിൻ, നോ ക്യാബ്, ഡെലുലു പരിചയം ഉണ്ടാവും. ഡ്രിപ്പ്, ഫാം, ഫയർ, ഗ്യാസ്, ഗോസ്റ്റ്. ഗോസ്റ്റ് ഇവിടെ മിക്കവാറും പേർക്ക് പരിചയമുണ്ടാവും. നമ്മൾ ചെയ്തിട്ടുള്ളതും നമുക്ക് ലഭിച്ചിട്ടുള്ളതുമായ. ഹോളി ഗോസ്റ്റ് അല്ല ഇത്. ഇവർ ഈ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോളി ഗോസ്റ്റ് അല്ല. മാമോദിസ സമയത്ത് 5 ഇടങ്ങളിലല്ലേ? ഫോർഹെഡ്, ചെസ്റ്റ്, കൈകൾ, കാലുകൾ. മൂറോൻ, പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായി മൂറോൻ പൂശും. ഇത് ആ ഗോസ്റ്റ് അല്ല, ഇത് വേറെ ഗോസ്റ്റ്. ഒന്ന് എഴുതാമോ മക്കളെ? ഗ്രീൻ ഫ്ലാഗ് ഞാനിപ്പോൾ പറഞ്ഞു, റെഡ് ഫ്ലാഗ് ഉണ്ട്. ഇറ്റ്സ് ഗിവിങ്. ഇറ്റ്സ് ഗിവിങ് നമ്മൾ വെയിറ്റ് ചെയ്യും. സർ ഇറ്റ്സ് ഗിവിങ് എന്ന് പറയും. ഗിവിങ് വാട്ട് എന്ന് പറയും. അതൊന്നും അല്ലേ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ അവർ വേറെ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് ഫിനിഷ്ഡ്, പീരിയഡ്. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ്. യാ റിസ്. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു ജീസസ് ഇസ് റിസ്. വാട്ട് ഇസ് റിസ്? ജീസസ് ഇസ് റിസ്. അടുത്ത വാക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ അല്ലേ? സിറ്റുവേഷൻഷിപ്പ്. പക്ഷെ ഞാനിത് പരിചയപ്പെട്ടത് ഒരു 6 മാസം മുമ്പ് ഞങ്ങളുടെ കോളേജിൽ. എനിക്ക് തോന്നുന്നു ന്യൂസ് ലെറ്ററിൻ്റെ പണിക്ക് ഞങ്ങളുടെ പിള്ളേരുമായിട്ട്. ജസ്റ്റിൻ ഉണ്ടോടോ മോനെ ഇവിടെ? ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്താണ് ഈ മോനെ ജസ്റ്റിൻ ഈ വാക്ക് പരിചയപ്പെടുന്നത്. സാറിന് അറിയാമോ ഈ വാക്ക്? ഞാൻ സിറ്റുവേഷൻഷിപ്പ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. സിറ്റുവേഷൻഷിപ്പ്, ഫെല്ലോഷിപ്പ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കൊയിനോണിയ. ഇതൊന്നുമല്ല, ഇത് വേറെ. 1 മിനിറ്റ് ഒന്ന് എടുത്ത് ഒന്ന് എഴുതി ആരെങ്കിലും ഒന്ന് കൈവക്കിയാൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അല്ലെങ്കിൽ വിൽ ബി സ്റ്റക്ക് ഹിയർ. എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതണമെന്നില്ല. ദയവ് എല്ലാവർക്കും ശ്രമിക്കാം. ഉമ്മനച്ചൻ എഴുതുന്നുണ്ട്. I would love to read what you've written, Umanachan. I'm coming for you. എൻ്റെ വികാരിയുമായിരുന്നു. ഞങ്ങളുടെ കല്യാണം നടത്തിയതാ. അന്നേ ഞാൻ എഴുതി വെച്ചതാ. Oh no, but it's a beautiful family life. Thank you, Achan. Is somebody ready to read it out? Is somebody ready to? I can bring the mic to you. Is somebody ready? Not everything, just 1 or 2, please. Oh yeah. Do you have a mic somewhere there? Do we have a mic somewhere there? I'm coming to you. Don't you wait there. I'll come to you. I just hope this reaches there. Oh, all right. What's your name? Ashwin is from? Kottarakara Pullur Diocese. I'll hold the mic for you. Okay. Bay is a sweet term to call your partner. Baby. Okay, basic means he's normal, that kind of vibe. Yeah, there's nothing different. It's just a normal thing. Buzzing means good. It's really good. It's buzzing. Means it's really good. Okay. Cap means lying. Lying. Yeah. Oh my God, you're good. Kottarakara ennu vannittu. Give it up for Kottarakara. Who is from Kottarakara here? Oh, that guy is good. You're buzzing. See, these kids know this. കൊട്ടാരക്കരയിൽ അറിയാം ബിഷപ്പ്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി ഇതിനകത്ത് കൊണ്ടിട്ടത്. എൻ്റെ ചെറുക്കനറിയാം, പക്ഷെ അവൻ വീട്ടിൽ ഈ ഭാഷ ഉപയോഗിക്കത്തില്ല. മഹേഷച്ച ഉപയോഗിച്ചാൽ വേറെ അറിയും. ഇതാ ഭാഷ. വെയിറ്റ് വരുന്നുണ്ട് ഇനി. ജെൻസി ബൈബിൾ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്. ഇത് കാനോനികമല്ല, ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. പക്ഷേ ഈ പിള്ളേർ എങ്ങനെയാണ് വേദപുസ്തകമായി ഈ ഭാഗം അതിനകത്ത് മാറിയില്ലേ മോനെ? സ്ലൈഡ്, ഇറ്റ്സ് വിത്ത് മീ. ടു മച്ച് ഓഫ് ടെക്നോളജി. ഓക്കെ, ദാറ്റ്സ് കൂൾ. മാർക്ക് 1:11-18 ആരെങ്കിലും ഒരാൾ ഒന്ന് എഴുന്നേറ്റ് ഇംഗ്ലീഷിൽ വായിക്കണം. സ്വർഗത്തിൽ അരമണിക്കൂർ നേരം മൗനം ഉണ്ടായി എന്ന് റെവലേഷൻസിലൊരു വാക്യമുണ്ട്. വായിച്ചിട്ടുണ്ടോ? അത് വേണ്ടാത്തത് കൊണ്ട്, നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അത് ഉണ്ടോ മോനെ? ആരും വായിക്കുന്നുണ്ടോ? വായിക്കടോ പോയി. എവിടെ? ആരാ? ഹൂ ഇസ് റീഡിങ്? ഓക്കെ, യു ഗെറ്റിംഗ് എ മൈക്ക്. ഓക്കെ, റീഡ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വെൻ ഷീ റീഡ്സ് ഇറ്റ് യു ഷുഡ് ഫോളോ ഇറ്റ് ദെയർ. അവിടെ അതെങ്ങനെയാണ്? നല്ല രസമാണ്.
വായിച്ചോ മോനെ. Mark 1, verse 11 to 18. യാ And a voice came from heaven. You are my son. ഓക്കെ, ഹോൾഡ് ഇറ്റ്. അവിടെ എന്തുവാ? You are my Dude. son. വെയിറ്റ്. ഡൂഡ്, യു ആർ ടോട്ടലി മൈ ബിലവഡ്. ഈ പിതാവേ നമ്മുടെ കർത്താവിനോട് പറയുന്നു ഡൂഡ്. അവർ തമ്മിൽ എങ്ങനെയാണെന്നാ ഇവരുടെ വിചാരം. നമ്മളിവരെ ബസ്മോ ദാബ്രോ റൂഹോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഡൂഡ് എന്നാണ് വിളിക്കുന്നത്. ഫാദർ കോൺസ് ദ സൺ ഡൂഡ്. ഓക്കെ, പ്ലീസ്. ഐ എം പ്ലീസ്ഡ്. വായിച്ചു. You are my son, whom I love. With you I am well pleased. യെസ്, ഐ എം വെൽ പ്ലീസ്ഡ്. അവിടെ കിടക്കുന്ന എന്താ? ഐ എം സോ സ്റ്റോക്ഡ് വിത്ത് യു. So stoked with you. Yeah. At once the Spirit sent him out into the wilderness. Yeah. And he was in the wilderness 40 days, being tempted by Satan. Thank you. You may sit. Thank you very much. 40 ദിവസം മരുഭൂമിയിൽ ഈ പോയപ്പം അതൊക്കെ വച്ചുകൊണ്ടാണ് നമ്മൾ ഈ 50 നോമ്പൊക്കെ പറയുന്നത്. ഇവിടെ കിടക്കുന്ന കണ്ടോ? ജീസസ് വാസ് ചില്ലിങ് ഇൻ ദ വിൽഡർനെസ്. ചില്ലിങ് ഇൻ ദ പബ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ചില്ലിങ് ഇൻ ദ വിൽഡർനെസ്. ഹൂ ടോക്സ് ലൈക്ക് ദിസ്? ദീസ് കിഡ്സ്, ദേ ടോക്ക് ലൈക്ക് ദിസ്. ഇത് നമ്മൾ പള്ളിയിൽ ഈ വേദപുസ്തകം ഉപയോഗിക്കത്തില്ല. പക്ഷേ അച്ഛന്മാർ ആരും കാണാതെ, ബിഷന്മാരറിയാതെ ഇതൊന്ന് വായിക്കണം. രസമാണ്. സോങ് ഓഫ് സോങ്സ് ഒക്കെ എത്തുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. സോങ് ഓഫ് സോങ്സ്. ഞങ്ങളുടെ തലമുറയിൽ ഒരു സിനിമ ഇറങ്ങേണ്ട വന്ന് പിള്ളേർ ബൈബിൾ വായിക്കാൻ. ഏതാണ് ആ സിനിമ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് അത് കഴിഞ്ഞോടുകൂടെ ബൈബിളിന് വിലയേറി. വീട്ടിലെ ബൈബിൾ ചെറുക്കന്മാരൊക്കെ വന്നിട്ട്, അമ്മേ ബൈബിൾ ഇവിടെ, വേർ ഇസ് ദ ബൈബിൾ? നോ കിഡിങ്. ഇങ്ങനെയാണ് പോകുന്നത്. താഴോട്ടുണ്ട്, നിങ്ങൾ വായിച്ചോ കേട്ടോ. ദിസ് ഇസ് ഫ്രീലി അവൈലബിൾ ഓൺ ദ നെറ്റ്. യു ജസ്റ്റ് ഹാവ് ടു ടൈപ്പ് ഇൻ Gen Z Bible and read it at your own risk. This is not canonical. I am not recommending it. I am just saying ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് വായിച്ചിട്ട് അവിടെ നിന്ന് പോകാം. ഈ ശിഷ്യന്മാരെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? യോ, ജീസസ് വാസ് ലൈക്ക് യോ, മറ്റേ like, you know, like, yeah, these kids use a lot of, I was like, what would you like to have? Oh, I would like a cappuccino, or like, what would you like to have? If I ask my son, man endoda kudikkunna, like, yeah, what you like mocha, or like mocha with cappuccino. Jesus was like, yo, follow me, I'll transform into what? Epic human. നമ്മൾ ഫിഷേഴ്സ് ഓഫ് മെൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം സൺഡേ സ്കൂളിലൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവർ എപ്പിക് ഹ്യൂമൻ ഇൻഫ്ലുവൻസേഴ്സ്. ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു മേക്ക് യു. ദിസ് ഇസ് ദ ലാംഗ്വേജ് ദാറ്റ് ദിസ് ജനറേഷൻ wants to hear or uses. I don't know how far we will be able to use it. I personally am not really very comfortable using this language. Mea culpa, mea maxima culpa, my sin, my big huge sin. പക്ഷേ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് നിങ്ങളെ വേണം. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്താ കാരണം? ഈ തലമുറ ഉപയോഗിക്കുന്ന ഈ ഭാഷ, ഐ കൺഫെസ്, എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഈ തലമുതിർന്ന അച്ഛന്മാർക്കും നമ്മുടെ ബിഷപ്പ്മാർക്കും ഒന്നും ഈ ഭാഷ വലിയ പരിചയമില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ചിന്ത. പിന്നെ ഈ ലോകത്തോട് ഈ സദ്വാർത്ത യേശുവിനെക്കുറിച്ചൊക്കെ ആര് പറയും? സദ്വാർത്തയ്ക്കൊരു വാക്കുണ്ട്, ഗോസ്പലിന്. ഇവർ ഉപയോഗിക്കുന്ന വാക്കെന്നറിയോ? ബിഗ് ടി. ബിഗ് ടി. വല്ല പിടിയും കിട്ടുമോ? ഓ, ചായയുടെ നേരമായില്ല വിട്ടാ നമ്മൾ പറയാം. നോ, ബിഗ് ടി ഈസ് ഗോസ്പൽ. ജീസസിൻ്റെ പേരെന്നറിയോ? അല്ല, ജീസസ് അല്ല, ഫാദർ, ടോപ്പ് ജി. ജീസസ് ഇസ് ഡിവൈൻ ബ്രോ. കളക്ടർ ബ്രോ എന്നൊക്കെ പറയുന്ന പോലെ ഡിവൈൻ ബ്രോ. ഈ ഭാഷ ഉപയോഗിക്കാത്ത കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല ഈ കാലഘട്ടത്തിൽ. ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ് ദ ഗോസ്പൽ? ഹൗ ഡു വി റീച്ച് ദ വേൾഡ്?
ഹൗ ഡു വി ബിക്കം ഹ്യൂമൻ ഇൻഫ്ലുവൻസസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്ക് വെക്കണമെങ്കിലോ? എൻ്റെ കയ്യിലൊരെണ്ണം കിട്ടിയ എൻ്റെ കുട്ട എനിക്ക് കളയാൻ ബുദ്ധിമുട്ടാണ്. ഐ എം വെരി പോസസീവ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വാട്ട് ഇസ് മൈൻ ഇസ് മൈൻ, ദാറ്റ്സ് ഓൾ. വലിയ തെറ്റാണോ അത്? അല്ല. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കും? അത് നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള കോൺഫറൻസുകൾ വെക്കുന്നത്. കുട്ടികൾ വരണം, കുട്ടികളും മുതിർന്നവരും തമ്മിൽ ഇടപഴകണം. കണക്കുകൾ പറയുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, MIT ഇതുപോലുള്ള ലോകത്തിലെ ഏറ്റവും യുക്ല, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് ക്യാമ്പസ്, ഇതുപോലുള്ള ലോകത്തിലെ എണ്ണം പറഞ്ഞ ആദ്യത്തെ 5 യൂണിവേഴ്സിറ്റികളെല്ലാം ഈ തലമുറയെപ്പറ്റി പല രീതിയിലുള്ള സർവേകളും റിസർച്ചുകളും നടത്തുന്നു. അവർ പറയുന്നത് ഇതുപോലെ ആങ്സൈറ്റി ഉള്ളൊരു ജനറേഷൻ വേറെ ഇല്ലെന്നാ. ആങ്സൈറ്റി എന്തിനെപ്പറ്റിയെന്നോ ഒന്നിനെപ്പറ്റിയില്ല, വെറുതെ ആങ്ഷ്യസാണ്. ഈ ഒരു വളരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പാനിക്. എന്തോന്ന് ഈ പാനിക് അറ്റാക്കാണ്. ഒന്ന് പറഞ്ഞു മറ്റതിന് പാനിക് അറ്റാക്കാണ്. സർ പാനിക് അറ്റാക്കായെന്ന് എനിക്കാദ്യം അറിയത്തില്ലായിരുന്നു എന്തോ ഈ പാനിക് അറ്റാക്ക് എന്ന്. പിന്നെ പോയി മനസ്സിലാക്കുക ഇതാണോ പാനിക് അറ്റാക്ക്. ആൻഡ് ദേ നോ ഓൾ ദ സിംറ്റംസ് ഓൾസോ. പാനിക് അറ്റാക്ക്. ഇതുപോലെ ആങ്ഷ്യസ് ആയിട്ടുള്ളൊരു തലമുറ ഇല്ലെന്ന് പറയുന്നു. ഡിപ്രഷൻ കൂടുതലാണത്രേ. വെറുപ്പ്, സെൽഫ് ഹാം വർദ്ധിച്ചിട്ടുണ്ടെന്ന്, വയലൻസും ഹോപ്പ്ലെസ്നെസ്സും ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഒരു തലമുറ മാറ്റം വരികയാണ്. ഈ ജെൻസി തീർന്നു കേട്ടോ, പറഞ്ഞല്ലോ ഇവിടെ നേരത്തെ. നിങ്ങൾ കഴിഞ്ഞേ ആൽഫ വരിക, അത് കഴിഞ്ഞ് ബീറ്റ പുറകുന്നുണ്ട്. ബീറ്റ is almost in the project plan. People are getting married, so beta is coming. So how do we do this? ആരെങ്കിലും 1 Chronicles 12:32 ഒന്ന് വായിക്കാമോ? ഇസാഖാർ എന്ന് പറയുന്ന ഒരു, ദിസ് ഇസ് ആൻ ഇസാഖാർ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇസാഖാർ ആരാണ്? ദാവീദിൻ്റെ കൂടെ ദാവീദിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട ഒരു ട്രൈബിൻ്റെ പേരാണ്. ഇതൊരു ഇസാഖാർ ജനറേഷനാണെന്ന് പറയും. അവരുടെ ഒരു നല്ല കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വായിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയിട്ടാൽ മതി, പോയി വായിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു വെൽക്കം യു ടു ബിക്കം ദ ഇസാഖാർ ജനറേഷൻ ഫോർ ദിസ് വേൾഡ്. This 113th Marthama Students' Conference, when it ends, tonight I believe we have the dedication. When this session of the Marthama Students' Conference ends, it is my prayer to God Almighty, truly, from the depths of my heart, that God will raise an Issachar generation from this group. How many will say Amen? Can I hear some Amen? Would you say Amen? Please say Amen. We need an Issachar generation. എന്താണ് ആ ജനറേഷൻ്റെ മെച്ചം? അവിടെ കണ്ടോ അത്? ഹൂ ഹാഡ്, അത് വരച്ചിടണം, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടൈംസ്, കാലജ്ഞാനമുള്ളവർ. എനിക്കില്ല കേട്ടോ, ഐ ഡോണ്ട് നോ, ഐ എം കൺഫ്യൂസിങ് ഓപ്പൺലി. നമുക്കറിഞ്ഞുകൂടാ. കാലജ്ഞാനമുള്ളവർ വരണം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടൈംസ്, ടു നോ വാട്ട് ഇസ്രായേൽ ought to do. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനം, സഭ, ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ മണവാട്ടി, ഞാൻ, നീ, നമ്മൾ. എന്താണ് ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ ഞങ്ങളോട് പറയണം. അതിനു വേണ്ടിയിട്ടാണ് പേരൻസ് കോൺഫറൻസിൻ്റെ ഒരാശയം ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഞങ്ങളോട് പറയണം എന്ത് ചെയ്യണമെന്ന്. An Issachar generation, that is my prayer for this 113th Marthama Students' Conference. Can we raise up a generation which will speak to us, which will speak to the world, which will enable us to speak to the world, which will stand with us together so that we can together reach the world. എസ്തേറിലെ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ദൈവം എന്നൊരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഇന്ത്യ എന്ന വാക്ക് അവിടെ വന്നിട്ടുമുണ്ട്. ഇത് നമ്മൾ പൊരുത്തക്കേടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ജസ്റ്റ് എ ജോക്ക്, എൻ്റെ ചിന്ത പറഞ്ഞു കേട്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ത്യ എന്ന വാക്ക് അതിനകത്തുണ്ട്, എസ്തറിൻ്റെ പുസ്തകത്തിലുണ്ട്. ഹിന്ദുദേശം എന്ന് പറയുന്നുണ്ട് അവിടെ. എന്നാൽ ദൈവം എന്നൊരു വാക്ക് അവൻ പറഞ്ഞിട്ടുമില്ല. ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള നമ്മുടെ രാജ്യമാണ്. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദിസ് നേഷൻ. അതിനകത്ത് മൊർദെഖായി എസ്തറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. Is it not for such a time as this? Is it not for such a time as this
ഈ ഒരു കാലത്തിന് വേണ്ടിയിട്ടല്ലയോ യഹോവ നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ്, നീ അത് ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിന് രക്ഷ വേറെ ഇടങ്ങളിൽ നിന്ന് ദൈവം ഒരുക്കും. പക്ഷെ നിൻ്റെ കാര്യം എന്താവും? സീൻ ഡാർക്ക് ഔട്ട്. Top G will decide that it's going to be bad for you. No, I'm not പേടിപ്പിക്കുമെന്നല്ല, just saying. ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളിവിടെ വന്ന് നല്ല പാട്ട്. ഐ എം ഹാപ്പി ടു നോ CID മൂസ ഇസ് സ്റ്റിൽ ഇൻ ഫാഷൻ. പ്രൈസ് ദ ലോർഡ്. ആ പാട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഓളമായിരുന്നു. ഞാൻ വിചാരിച്ചത് തീർന്നെന്ന്. CID മൂസ 2001 2 അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2 കൂട്ടരെ ഇവിടെ ചിരിക്കുന്നുള്ളൂ ആ തിയേറ്ററിൽ. എറണാകുളത്തെ പ്രശസ്തമായ ഷെനൈസ് തിയേറ്ററിലാണ് ഞാൻ കണ്ടത് CID മൂസ. 2 കൂട്ടരെ അവിടെ ചിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം പിള്ളേർ സെറ്റ്, പിന്നെ ഞാൻ. ബാക്കിയുള്ളവർ മുഴുവൻ ഇത് എന്ത് കൂത്തെന്ന് പറഞ്ഞിരിക്കുക. ദാറ്റ് വാസ് 24 years back, 22 years back. ഇന്നിപ്പോൾ എനിക്കും ചിരി വരത്തില്ല ചിലപ്പോൾ കേട്ടോ. ബട്ട് ഐ ജസ്റ്റ് സോ വേവ് വിത്ത് ദിസ് Gen Z വെൻ CID മൂസാസ് BG പ്ലേഡ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് വന്നത്. അച്ഛന്മാർക്ക് പലർക്കും ക്ലൂ കിട്ടിയിട്ടില്ല ഇത് എന്താ പിള്ളേർ ആ ട്യൂൺ വന്നപ്പം ബഹളം ഉണ്ടാക്കിയെന്ന്. അത് CID മൂസ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു BGM ഇട്ടത്. അതിനെ നിങ്ങൾ പൊക്കേണ്ടത് ആയിരിക്കുന്ന ആളാണ്, സാക്ക് അലക്സാണ്ടർ. CID മൂസ ഇസ് സ്റ്റിൽ ഇൻ ഫാഷൻ. എനിവേ, വാട്ട് ഐ എം സെയിങ് ഇസ്, ചോദ്യം ഇതാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ യഹോവ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായമെന്ന് തോന്നുന്നു. കഴിഞ്ഞിടയ്ക്കെങ്കിലും വായിച്ചില്ല, വായിച്ച സമയത്തുള്ള ഓർമ്മ വെച്ച് പറയണം 6-ാം അധ്യായം തോന്നുന്നു. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ യഹോവ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കിരീടങ്ങളും സിംഹാസനങ്ങളും ഭൂമിയിൽ വീഴുക, അപ്പോഴും യഹോവയുടെ സിംഹാസനം ഉയർന്നും പൊങ്ങിയിരിക്കുകയാണ്. അവിടെ ഞാൻ കണ്ടിട്ട് ഞാൻ കമണ്ണ് വീണ്, എനിക്ക് പറ്റത്തില്ല. അയ്യോ ഞാൻ പാപി, ഞാൻ നിൽക്കുന്ന ജനം പാപി. പേഴ്സണൽ സിൻ, കോർപ്പറേറ്റ് സിൻ. ഈ പ്രസംഗമൊക്കെ 2 ഡസൻ നമ്മൾ പള്ളിയിൽ കേട്ടിട്ടുണ്ട്. പേഴ്സണൽ സിൻ, കോർപ്പറേറ്റ് സിൻ. എന്നാൽ നമ്മൾ അതായിട്ട് കോർപ്പറേറ്റ് എന്നൊക്കെ കേൾക്കുന്നത്. 94-ലോ 5-ലോ ജോൺ മാത്യു അച്ഛൻ എന്ന് പറഞ്ഞ് കുറിയന്നൂർക്കാരനൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പോയി. ജോൺ മാത്യു അച്ഛൻ ഞങ്ങളുടെ വികാരിയായിരുന്നു. അച്ഛൻ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പോൾ ആ ആക്സെൻ്റ് കോർപ്പറേറ്റ് സിൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജീസസ്, ദാറ്റ്സ് എ ഗുഡ് വേർഡ്. അവിടെ ദൈവം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? കർത്താവെ, അടിയനിതാ അളിയനെ അയക്കണമെന്നല്ല, അടിയനിതാ അനിയനെ അയക്കണമെന്നുമല്ല, അടിയനിതാ അടിയനെ അയക്കണം. ഇന്ന് ഡെഡിക്കേഷനാണ്. ദയവ് ചെയ്ത് ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ. ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലാണോ? ആരിലൊരാണെന്ന് പറയാമോ? ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വാദ്യരായ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലാണോ? അല്ലേ? ഹൗ ഡെയർ യു. ഐ എം മോർ ഫുൾ ടൈം ദൻ മെനി ഓഫ് ദീസ്. നിങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിലാണോ? അബ്രഹാം മാർത്തോമയാണ്, ഓരോ മാർത്തോമക്കാരനും ഒരു സുവിശേഷകനാണ് എന്ന് പറഞ്ഞ് മാർത്തോമ വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ തുടങ്ങിയത്. സന്നദ്ധ സുവിശേഷ സംഘം. ഈ പ്രായമാർക്കന്മാർക്ക് മാത്രം പള്ളിയിൽ കൂടുന്ന ആ പ്രാർത്ഥന. ഞങ്ങളുടെ സമയത്ത് ഞാൻ പോകുമായിരുന്നു. ഞാനും പിന്നെ കുറച്ച് വസന്തങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം സുവിശേഷകരാണ്. വി ആർ ഓൾ സെൻറ്റ്, വി ആർ ഓൾ ഫുൾ ടൈം. ദർ ഇസ് നോ ഓപ്ഷൻ. ഇല്ലേ പിന്നെ മാമോദിസ ഏക്കരുത്. ഏറ്റുപോയിട്ടുണ്ടെങ്കിൽ നീ പെട്ടു. പക്ഷെ അന്നേരം നിനക്ക് പറയാനും ഓപ്ഷനില്ല. കൊച്ചല്ലേ, കൊച്ചിന് വല്ല വിവരമുണ്ട്. ഇതിനെ പിടിച്ചങ്ങ് മുക്കുമല്ലേ നമ്മൾ. പക്ഷെ വിവരം വെക്കുമ്പം കൊച്ചു പറയും അതായിരുന്നു നല്ലതെന്ന്. ആ തിരിച്ചറിവിന് കൊടുക്കണം കയ്യടി. പലരും പറയും ഈ കൊച്ചുങ്ങളെ മുക്കാവും അല്ലേ? ഇവിടെയും ആ സംശയത്തോടെ ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം. ആരെ വേണമെങ്കിലും മുക്കാൻ ആളുണ്ടായാൽ മതി, തന്നെ മുങ്ങരുത്. ഐ ബാപ്റ്റൈസ് മൈസെൽഫ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ഗോ. ഹൂ വിൽ ഗോ? ഹൂ വിൽ ഐ സെൻഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നന്ന്. ഈ തലമുറയെപ്പറ്റി പറയുന്ന ഒരു വാചകം കൊണ്ട് പറഞ്ഞ് ഞാൻ കീ വേഴ്സിലേക്ക് വരാം.
സാധാരണ ഇവിടെ പറയുന്നത് ലേസി ജനറേഷൻ എന്നാണ് പറയുന്നത് പലരും, അല്ലേ? ഞാൻ കേട്ടത് പലരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ 5 യൂണിവേഴ്സിറ്റികളുടെ നമ്പർ ഉണ്ടല്ലോ, അതിനകത്തൊരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. മിക്കവാറും 1-2 സ്ഥാനത്ത് കിടക്കുന്നതാണ് ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. 2024 ഒരു സർവേ നടത്തി ഈ നിങ്ങളുടെ തലമുറയെ പറ്റി. അവർ പറഞ്ഞ വാചകം ഇതാണ്: ഈ തലമുറ, കേട്ടോണം എല്ലാവരും, കേട്ടോ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ, താൻ ആരാണെന്ന് താൻ അറിഞ്ഞൂടെങ്കിൽ എന്ന് പറഞ്ഞ പോലെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ദേ ആർ പ്രാഗ്മാറ്റിക്, വിച്ച് മീൻസ് യു ആർ വെരി പ്രാക്ടിക്കൽ എന്നാണ് പറയുന്നത്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. ഇവർ മൊബൈലും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ തലമുറയുടെ ഒരു കംപ്ലയിൻറ്റ്. പക്ഷേ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചതെന്ന് അറിയോ? ദിസ് ജനറേഷൻ, മൈ ഡിയർ ബിഷപ്സ്, Achans, this generation, Stanford University found out, this generation prefers direct personal communication. This was an eye-opener for me. That this generation prefers direct personal communication. നമ്മളിപ്പോഴേ സ്വിച്ച് ഓഫ് ചെയ്തു, അവൻ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ അതും പിടിച്ചുകൊണ്ട് വിചാരിക്കുന്നത് ഹൂ വിൽ കം ടു മീ ടു ടോക്ക് ടു മീ എന്നായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഇവനൊന്നും വേറെ പണിയില്ല. This generation believes in personal communication and meaningful communication. Am I talking about you, my dear friends? Yes, I am. I know I am. We got you wrong big time. And I want to say sorry for that on behalf of whoever got you wrong. In the church, in the family. പണ്ടും ഞാനൊരു 2 ആഴ്ച മുമ്പ് ഞാനൊരു മോത്തിയച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു. മറ്റേ ഒലക്ക പ്രസംഗം, ഒലക്ക കേട്ടായിരുന്നു, നിങ്ങൾ കേട്ടായിരുന്നു? മോത്തിയച്ഛൻ്റെ ഒരു നല്ല പ്രസംഗം, ഒലക്ക പ്രസംഗം, ഞാൻ പേരിട്ടതാണ്. ഈ അച്ഛനെ ഏതോ പള്ളിയിലിരുന്നപ്പോൾ അച്ഛനോട് ആരാണ്ട് ഈ തൊന്തരവ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അച്ഛനാകാൻ ബേജാറായിട്ട് അച്ഛൻ്റെ വായിലേതാണ്ടൊക്കെ വന്നു. അവിടെ അച്ഛൻ പറഞ്ഞു കാനോനികമല്ലാത്തതിനാൽ ഞാനത് പറഞ്ഞില്ല. പക്ഷേ കൊറിയയിൽ ആരാണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചവനായിട്ട് ഒരു ഒലക്കയും കൊണ്ട് തല്ലിക്കൊന്നെന്ന് അറിഞ്ഞു. ആ ഒലക്കയിൽ ഒരെണ്ണം ഞാനും വരുത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന അച്ഛനത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പകുതി എനിക്കും വേണം. We got you wrong. Stanford University says you value direct communication, meaningful communication. That's what you value. You should know this. And I'm confessing for my church, for our church, for people of my age, my elders, senior friends, sorry for getting you wrong. We know you value meaningful communication. അർത്ഥപൂർണമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് സത്യം. ഐ നോ ദാറ്റ്. പക്ഷേ എനിക്ക് 113ാമത്തെ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിന് പ്രിപ്പറേഷന് വേണ്ടി വന്നു അത് മനസ്സിലാക്കാൻ. യു ആർ ഒത്തൻറ്റിക്. വളരെ സൂപ്പർ ഫ്ലോസാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തലമുറ സൂപ്പർ ഫ്ലോസാണ്. അയ്യോ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചതാ in 2024. ദിസ് ജനറേഷൻ ഇസ് ഒത്തൻറ്റിക്. അവർക്ക് കാണുമ്പോൾ അറിയാം ഏതാ ഫേക്കെന്ന്. ഞാൻ ഫേക്കാണെന്ന് തിരിച്ചറിഞ്ഞ ആരും ഇല്ലല്ലോ, അല്ലേ? ഇവിടെ Are you with me? Are you with me? Have I lost you? They are authentic. They want relevance. നമ്മളൊരു സെർമണും ഒരു ക്ലാസ് എടുക്കുമ്പോഴും ഇയാൾ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നതെന്ന് പിള്ളേർ ചോദിക്കും. അവർ ചോദിക്കും, എൻ്റെ പൊന്നു സാറേ ഇതെല്ലാം കൂടെ എന്തിനാ ഇവിടെ പറയും? ഓളോ അങ്ങ് പറഞ്ഞാൽ പോരെ. കം ടു ദ പോയിന്റ്. ദാറ്റ്സ് വാട്ട് ദേ സേ. ബാക്കി വി വിൽ ലുക്ക് ഇറ്റ് അപ്പ് ഓൺ ദ നെറ്റ്. വാട്ട് ഹാവ് യു കം ടു സേ? അത് പറഞ്ഞിട്ട് പോ. എന്നോട് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണെന്ന് തോന്നുന്നു ഒരമ്മ ഒരു വിഷമം പറഞ്ഞു. എന്നെ കണ്ട ഞാൻ ഉപദേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാകും തോന്നുന്നു. പിള്ളേരെ ഉപദേശിക്കാനൊക്കെ പറയും. പിള്ളേരെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, കപ്പിൾസിനെ ഉപദേശിക്കാൻ പറയും. പിന്നെ ഭൂതോച്ചാടനം ഉണ്ടെങ്കിൽ അതിനും കൊണ്ടുവരും. ഐ എം സോറി ടു സേ ദിസ്. എൻ്റെ അതിനകത്ത് വായിച്ചില്ലല്ലേ, മൈ സ്പെഷ്യലൈസേഷൻ ഇസ് ഓക്കൾട്ട്. സെമിനാരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഫരീദാബാദിലെ സെമിനാരിയിൽ നിന്ന് ഒരു അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ അപ്പോൾ ഇതെങ്ങനെയാണ് പരിപാടി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് ഫോണിൽ കൂടെ പറയത്തില്ല, ആരെങ്കിലും പിടിച്ച് വല്ലയിടത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറില്ല. അതുകൊണ്ട് പേഴ്സണലി വന്നാൽ എങ്ങനെയാണ് കാര്യം എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ പറഞ്ഞു ആകൽ കർസ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആകൽ കർസ എന്ന്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആകൽ കർസ എന്ന്? എടാ നമ്മുടെ തക്സയിലുണ്ടടാ. കുർബാന ശ്രദ്ധിക്കണം.
തക്സയിലുണ്ട്. ഞാനിത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. കൊള്ളാം അല്ലേ, നല്ല പേര്. ഒരു ഒന്നൊന്നര പേര്, ആഗൽ കർസ. ആഹാ, ലിയോണൽ മെസ്സി എന്നൊക്കെ പറയുന്ന പോലെ ആഗൽ കർസ. പിന്നെ മനസ്സിലായി ആ സംഗതി കിടക്കാം. പിന്നെ ആരാണ്ട് തോടിയൂർ സഭയെ പറ്റി പറഞ്ഞു. അപ്പം കൊള്ളാമല്ലോ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു നാഷണൽ സെമിനാറിൽ ഇതുപോലെ സംസാരിക്കുകയാണ് ഞാൻ. അവിടെ സംസാരിക്കാൻ എൻ്റെ വിഷയം എല്ലായ്പ്പോഴും ഇതൊക്കെ തന്നെ, ഒക്കൾട്ടും മറ്റേ പൊസഷനും ഒക്കെയാണ്. അതിൻ്റെ സൈക്കോളജി, അതിൻ്റെ പാത്തോളജി, അതിൻ്റെ ജിയോഗ്രഫി, അതിൻ്റെ പൊളിറ്റിക്സ്, അതിൻ്റെ പവർ, അതിൻ്റെ രീതി. അവസാനം ഇതൊക്കെ വല്ലതും ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന്. പക്ഷേ ഈ സംഗതിയുടെ ഡീറ്റെയിൽസ്, വിച്ചസിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ പോസ്റ്റ് മോഡേണിസത്തെ പറ്റിയോ പോസ്റ്റ് കൊളോണിയലിസത്തെ പറ്റിയോ പോസ്റ്റ് ട്രൂത്തിനെ പറ്റിയോ പിന്നെ എന്ത് പോസ്റ്റ് മാനെ പറ്റിയോ എന്ത് പോസ്റ്റ് പറഞ്ഞാലും പ്രതികരിക്കാത്ത കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോദിക്കുക, സാറേ ഇതുണ്ടോ? രോമാഞ്ചം സിനിമയിലെ സംഗതി കൊണ്ട് ബിഷപ്പ് കണ്ടായിരുന്നോ? രോമാഞ്ചം സിനിമ ഞങ്ങൾ 111ാമത്തെ സ്റ്റുഡൻസ് കോൺഫറൻസ് എവിടെയായിരുന്നു മക്കളെ? ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. അന്ന് ഞങ്ങളുടെ തീം മ്യൂസിക് രോമാഞ്ചത്തിലെ മ്യൂസിക്. ആ ഒരു വൈബുണ്ടല്ലോ, അത് പിടിച്ചുകൊണ്ട് ഇതുള്ളതാണോ, ഇത് വരുമോ സാറേ? പിന്നെ അതിനകത്ത് ഒരു കൊച്ച് പ്രാക്ടീസിങ് വിച്ചാണെന്ന് അവൾ എഴുന്നേറ്റെന്ന് പറയുക. ഐ എം പ്രാക്ടീസിങ് വിച്ച്. ഉമ്മനച്ചാ, ഞാനിത് ഏത് കോളേജിലാണ് എടുത്തതെന്നറിയോ? പെരുമ്പാവൂർ മാർത്തോമ കോളേജ് ഫോർ വിമൻ. ഞാൻ വേറെ CMS കോളേജിൽ പഠിപ്പിച്ച കാര്യമല്ല ഈ പറയുന്നത്. മാർത്തോമ കോളേജ് ഫോർ വിമനിലെ ഒരു മാർത്തോമാക്ക് ഒരു കൊച്ചിൻ്റെ ചോദ്യം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആത്മീയതയിൽ ഏറ്റവും താല്പര്യം കാണിക്കുന്ന ഒരു തലമുറയാണ് ഇതെന്ന്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മെറ്റീരിയലിസ്റ്റാണ്. സോറി അഗൻ. പക്ഷെ ഇവർക്ക് നമ്മുടെ ഈ ഓർത്തഡോക്സിയും ട്രഡീഷണൽ ഡോക്ട്രിൻസും ഒക്കെ പറഞ്ഞുള്ളതല്ല പലപ്പോഴും ഇവർ പിടിക്കുന്നത്. എക്ലെക്റ്റിക്കാണ്. അവിടെ നിന്നുള്ള കുറച്ചും കിടക്കും, ഇവിടെ നിന്നുള്ള കുറച്ചും കിടക്കും, ഇതെല്ലാം കൂടി ഞാൻ എൻ്റേതായിട്ട് രൂപപ്പെടുത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് പറഞ്ഞു, സാറേ ഞാൻ ഒരു വിച്ചസ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, വിച്ചസ് ടേബിളോ? അതെന്താ? നമുക്കറിയാം, കൊച്ചിനറിയാവും, നമുക്കറിയണമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പെൻസിൽവേനിയയിലുള്ള ഒരു സൈറ്റിൽ നോക്കി, അവിടുത്തെ വിച്ചസ് ഉണ്ട്. അപ്പോൾ അവരുടെ വിച്ചസ് ടേബിൾ ഇന്ന സാധനം, ഞാൻ അത് കൊണ്ടുവച്ചു. അത് തൊട്ട് നമ്മുടെ നാടൻ സാധനങ്ങളുടെ അവളുടെ ടേബിളിലുണ്ട്. അവളുടെ അമ്മ എങ്ങാനും റൂം അടിച്ച് വാരാൻ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇതൊരു ഒന്നും മനസ്സിലാകാതെ ഇത് എന്തുവാ ഈ വിളിച്ച് ചപ്പും ചവറും പറ്റി വെച്ചേക്കുന്നത്. അവളുടെ മേശ അങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു തലമുറയാണെന്നത്. ഇറ്റ് ഈസ് നിങ്ങൾ ശിരസുയർത്തി നോക്കുവിൻ, ദ ഫീൽഡ്സ് ആർ റൈപ്പ് ഫോർ ഹാർവെസ്റ്റ് എന്ന് കർത്താവ് ഒരു പക്ഷേ പറഞ്ഞ് ഈ തലമുറയെ പറ്റിയായിരിക്കും. ഫീൽഡ്സ് ആർ റൈപ്പ് ഫോർ ഹാർവെസ്റ്റ്. ആത്മീയതയിൽ ഇത്രയും താല്പര്യം കാണിക്കുന്ന ഒരു തലമുറ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അത്രേ. പക്ഷെ ഞാൻ കഴിഞ്ഞിടെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് സോ മെറ്റീരിയലിസ്റ്റിക് എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ അന്വേഷണങ്ങളെ പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞത്. അതുകൊണ്ട് കീവേഴ്സ് ഒന്ന് വായിക്കണേ. നിങ്ങൾ പുസ്തകത്തിൽ വായിക്കണ്ട, ടെക്സ്റ്റ് അവിടെ വായിക്കുക. മലയാളം വേണ്ടവർ മലയാളം വായിക്കൂ. ആർ യു ഓക്കെ വിത്ത് മൈ ലാംഗ്വേജ്? യെസ്. ഡോണ്ട് വറി, ഡോണ്ട് ലുക്ക് അറ്റ് യുവർ വാച്ചസ്. ഐ സ്റ്റാർട്ടഡ് അറ്റ് 10:40. Yeah? So I'll finish by 11. Can I go till 12? No, 11:45. Okay. 11:45 വരെ. പക്ഷേ അതിന് മുമ്പ് ഞാൻ നിർത്തും. ഒരു 15 മിനിറ്റ് കൂടെ പറഞ്ഞാൽ മതിയല്ലോ, കുഴപ്പം. വായിച്ചു കഴിഞ്ഞോ? ഇത് യെരമ്യാ പ്രവാചകൻ്റെ സ്ക്രൈബുണ്ട്, സെക്രട്ടറി എന്നൊക്കെ പറയാം. യെരമ്യാ പ്രവാചകൻ എഴുതിക്കൊണ്ടിരുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, പ്രവാചകൻ പറയുന്നത് എഴുതിക്കൊണ്ടിരുന്ന സ്ക്രൈബ്. അദ്ദേഹത്തിൻ്റെ പേര് ബാറൂഖ് എന്നാണ്. അത് ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, എക്കണോമിക് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, എല്ലാം ഭീകരമായ സമയമായിരുന്നു. അന്നേരം പ്രവാചകന് ഭീഷണിയും ഉണ്ടായിരുന്നു ജീവനും. പ്രവാചകന് ഭീഷണി എന്ന് പറഞ്ഞാൽ സ്ക്രൈബിനും ഭീഷണിയാണ്. അന്നേരം ബാറൂഖിന് ഭയങ്കര അങ്കലാപ്പ്, എൻ്റെ കാര്യം എന്താവുമോ? അത് തിരിച്ചറിഞ്ഞ ബാറൂഖിനോട് സ്ക്രൈബിനോട് പറയുക, നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ തീം, ആസ്പിറേഷൻസ്.
നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ആർ യു അസ്പയറിങ് ഗ്രേറ്റ് തിങ്സ് ഫോർ യുവർ സെൽഫ്? ആഗ്രഹിക്കരുത്. നമ്മൾ പലപ്പോഴും പഠിച്ച ആഗ്രഹം വേണം, ആസ്പിറേഷൻസ് വേണം. അവിടുത്തെ കീ എവിടെ കിടക്കണം? നിനക്കായി തന്നെ. നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു? നോ, ആഗ്രഹിക്കരുത്. എന്നാൽ നീ പോകുന്നിടത്തൊക്കെയും നിൻ്റെ ജീവനെ ഞാൻ നിനക്ക് കൊള്ള പോലെ തരും. ആ ജീവൻ എന്ന് പറഞ്ഞ വാക്കാണ് നെഫെഷ് എന്നാണ് വാക്ക്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് യഹോവ മനുഷ്യൻ്റെ ശ്വാസം ഊതുമ്പം മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നിടത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു, നെഫെഷ്. നെഫേഷിൻ്റെ പല അർത്ഥങ്ങളാണ് അവിടെ. ഇന്നർ ബീയിങ് ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. ആ മൂന്നെണ്ണം ഞാൻ എടുക്കുകയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് ബാക്കി വിടും. ഇന്നർ ബീയിങ്, ഐഡൻറ്റിറ്റി, ഡിസയർ. ഇത് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ മൂന്ന് ആസ്പിറേഷൻസ് എഴുതുന്നത്. ഐഡൻറ്റിറ്റി ഉണ്ട്, ഇന്നർ ബീയിങ് വൾണറബിലിറ്റി, പിന്നെ ഡിസയർ ഇൻറ്റിമസി. ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റി പറയും. ബാക്കി രണ്ടെണ്ണം സമയത്തിൻ്റെ കുറവ് എന്ന പേര് പറഞ്ഞ് ഞാൻ വിടും. ഞാനതുണ്ടാക്കിയിട്ടുമില്ല. എനിക്കറിയാം ഇതെൻ്റെ കയ്യിൽ നിന്ന് പോവും, അപ്പം പിന്നെ അതുണ്ടാക്കി മെനക്കെടണ്ട. പക്ഷെ സമയമില്ലെന്ന് പറഞ്ഞ് ഞാൻ അത് വിടും കേട്ടോ. ഐഡൻറ്റിറ്റി രണ്ട് ആശയങ്ങൾ മാത്രമേ ഞാൻ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജനറേഷൻ പല രീതിയിൽ ഐഡൻറ്റിറ്റി എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു ജനറേഷനാണ്. 1140 പ്ലീസ്, ഐ ഗോട്ട് ഇറ്റ്. ഇങ്ങനെ ചെയ്തിട്ട് ഞാനും കൊടുക്കാറുള്ള ഈ ജനറേഷൻ അതിൻ്റെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്, ഇതെല്ലാം റിസർച്ച് ഫലങ്ങളാട്ടോ പറയുന്നത്, ഐഡൻറ്റിറ്റി എക്സ്പെരിമെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ജെൻഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. ജെൻഡർ ടൈപ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞിടെ ഒരു വിചാരിച്ച 3 എണ്ണം ഉള്ളെന്നാണ്. പിന്നെ അവിടെ ഒരു സെമിനാറിനൊരു ലേഡി വന്നപ്പോൾ അവർ പറഞ്ഞു 107 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എങ്ങനെ എണ്ണി തീർക്കും? ഇതെവിടം കൊണ്ടാണ് ഇതൊക്കെ എണ്ണുന്നത്? ദൈവം അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇതിനകത്ത് എവിടെ കയറ്റു ഈ 107 എണ്ണം? ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ദിസ്? ചിലർ പറയുന്നത് 72 ആണ്, ചിലർ പറയുന്നത് 107 എണ്ണം. നിങ്ങൾ ചെക്ക് ചെയ്യേ, ഉണ്ട്. ഞാനിതൊന്നും ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യും. ഇപ്പം തന്നെ ചെക്ക് ചെയ്യാമല്ലോ, ഇപ്പം നോക്കല്ലേ. 107 എണ്ണം. ഇനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമുണ്ട്, ഇനി നിൻ്റെ ജെൻഡർ നിനക്ക് ചൂസ് ചെയ്യാമെന്ന്. നിൻ്റെ സെക്സ് ഒരു പക്ഷേ നിനക്ക് ചൂസ് ചെയ്യാൻ അതിനും സാധ്യതകളുണ്ട്, പക്ഷേ നിൻ്റെ ജെൻഡർ നിനക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിനക്ക് പറയാം, നീ ഒരു പെൺകുട്ടിയാണ് ബയോളജിക്കലി, പക്ഷേ നീ ഒരു ആൺകുട്ടിയാണ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതിൻ്റെ കുറച്ച് വാക്കുകളാണ് ഞാൻ ഇട്ടേക്കുന്നത്. 107 എണ്ണത്തിൻ്റെ ലിസ്റ്റുണ്ട്, അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. ആൻഡ്രോജൈനി, ബൈജെൻഡർ, സിസ്ജെൻഡർ, സിസ്ജെൻഡറാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും. ജനിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളിതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അത് വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മാറണം താല്പര്യമുണ്ട്, പക്ഷേ സമൂഹം സമ്മതിക്കത്തില്ല. പള്ളിയിലെ അച്ഛനോട് ആരും ഉത്തരം പറയും, എടാ നിന്നെ പെണ്ണായിട്ട് മുക്കിയിട്ട് ഇപ്പോൾ ഈ പണിയും കൊണ്ട് നടക്കുകയാണോ? നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇനി അടുത്തത്. നിങ്ങളുടെ ജെൻഡറിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ? പ്ലീസ് റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ഡൗൺ. പ്ലീസ് റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ഡൗൺ. ആർ യു കംഫർട്ടബിൾ ഇൻ യുവർ സ്കിൻ? നിങ്ങളുടെ ജെൻഡറിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ? അവനവനിസം മതി, അവനവൻ്റെത് അവനവൻ എഴുതുക, അപ്പുറത്ത് പുറത്ത് നോക്കണ്ട. നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ നോക്കുക, ആത്മാർത്ഥമായിട്ടൊരു ഉത്തരം എഴുതിക്കൊള്ളുക. ജസ്റ്റ് ബി ട്രൂത്ത്ഫുൾ, പ്ലീസ് ബി ട്രൂത്ത്ഫുൾ. ആർ യു കംഫർട്ടബിൾ? നോ എന്നെഴുതുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് നമ്മളെന്തോ അതിന് ഉത്തരം? ഇറ്റ്സ് എ റിയൽ ഇഷ്യൂ. ഇറ്റ്സ് എ റിയൽ ഇഷ്യൂ. ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, സർ ഐ ഫീൽ ഐ എം എ ബോയ്. പെൺകുട്ടിയാണ്, ഐ ഫീൽ ഐ എം എ ബോയ്. ബാഗോച്ചെ കൗൺസിലിങ്ങിന് വിടാം. അത് പല ഇഷ്യൂസ് ഉണ്ട്, ഐ നോ. പക്ഷേ അത് അത്ര ലഘുവാക്കി കളയരുത്. ഒരു കൗൺസിലിങ്ങും 1 മണിക്കൂറിൻ്റെ 2 കൗൺസിലിംഗ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഈ ജെൻഡർ ഇഷ്യൂ. അതിന് നമുക്ക് സംവിധാനങ്ങൾ വേണം. സഭയ്ക്ക് ഇതിന് സംവിധാനങ്ങൾ വേണമെന്ന് ഇവിടെ അഭിപ്രായമുള്ള കൂട്ടുകാരുണ്ടോ? ഉണ്ട്. യെസ്, ഐ നോ.
നമ്മളിതിനെ തേർഡ് ജെൻഡർ എന്നൊക്കെ വിളിച്ച് 107th ജെൻഡർ വരെ പോകുമോ? I don't know. These are ways in which people understand themselves. Do we have an answer for this? We will have to look for an answer. That's important. ജെൻഡർ പ്രെജുഡിസ് ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോ എന്നേ പറയുള്ളൂ. പക്ഷേ നേരത്തെ അച്ഛൻ പറഞ്ഞ ആ ഒരു, ഞാനും അച്ഛനും പറഞ്ഞ ആ ഒരു നെറ്റ്ഫ്ലിക്സിലെ ഒരു ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം വാക്ക് മാനോസ്ഫിയർ എന്നാണ് വാക്ക്. മാനോസ്ഫിയർ, പുരുഷ കേന്ദ്രീതമായി. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നുമില്ല, ഇവിടെ എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണുള്ളത് എന്നുള്ള ചിന്ത കേരളത്തിലും തുടങ്ങി. 80-20 റൂൾ എന്നൊക്കെ പറഞ്ഞ റൂളുണ്ട്, അറിയാമോ? അറിയത്തില്ലേ? 80-20 റൂൾ. ഞാനത് ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടപ്പോഴാണ് മനസ്സിലായി നമ്മുടെ നാട്ടിലും പിള്ളേർ ഇത് വിശ്വസിക്കുന്നുണ്ടെന്ന്. 80-20 റൂൾ. എനിക്ക് 80-20 എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഡിവൈഡ് ചെയ്യും. 4 ഇട്ടാൽ ക്ലിയർ ആവും. അതല്ല 80-20. സർ, വാട്ട് ഈസ് 80-20? 80-20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 80% സ്ത്രീകൾക്കും ലോകത്തിലെ 20% പുരുഷന്മാരോടേ ഉള്ളൂ താല്പര്യം. അപ്പോൾ ബാക്കിയുള്ളവനൊക്കെ പിന്നെ എന്തിനാ എന്നാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞിടയ്ക്ക് വനിതയിലെയും ഗൃഹലക്ഷ്മിയിലെയും ഒക്കെ സർവേ വന്നപ്പോൾ പറയുന്നത് കേരളത്തിലെ പെൺപിള്ളേർക്കൊന്നും കല്യാണം കഴിക്കണ്ടെന്നാണ്. ഞാൻ ഈ ചോദ്യം ഞങ്ങളുടെ കോളേജിലും ചോദിക്കുന്നുണ്ട് പി ജിക്ക് വരുന്ന പിള്ളേരോടെ. മക്കളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പലതും പറയും. അപ്പോൾ ഈ കല്യാണം, അത് വേണ്ട സാർ, അതിനാ വേണ്ടാത്ത, എന്തിനാ വെറുതെ. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ പാസ് ഔട്ടായി 10 വർഷത്തിന് ശേഷം തിരിച്ച് കോളേജിൽ വന്നു. ഞാൻ പറഞ്ഞു, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, കുടുംബം എന്ത് ചെയ്യുന്നു? വല്ലവരും കെട്ടിയിട്ട് വേണ്ടേ സാറേ? ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ട, എനിക്ക് വേണം, എനിക്കിനി അതും മതി, നിർബന്ധിക്കുക ഞാൻ. പക്ഷെ ആരും ഇല്ല. 80-20 റൂൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ലോകത്തിലെ എല്ലാ സിസ്റ്റംസും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പ്രെജുഡിസ് ഉണ്ടാകുകയും അവിടെയാണ് ആസിഡ് എറിയുന്നത്. എനിക്കില്ലെങ്കിൽ ഒരുത്തിനും വേണ്ട, ആസിഡ് എറിയുന്നു. അവിടെയാണ് മറ്റേ ഇൻസെൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇൻസെൽ, ഐ നോ, ഐ എം അവെയർ ഓഫ് ദ ടൈം, ഐ വിൽ കീപ് ദ ടൈം. ഇൻസെൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഇൻസെൽ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറിലി സെലിബ്രേറ്റ്. താല്പര്യം ഉണ്ടായിട്ട് സെലിബ്രേറ്റ് ആയതല്ല, ആയിപ്പോയതാ. ആരും കെട്ടാനില്ലാത്തതുകൊണ്ട്, പെണ്ണ് കിട്ടാനില്ല. ഇതൊക്കെ ഈ തലമുറയുടെ വിഹ്വലതകളാണ്. ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതൊക്കെ എന്നാ വിഹ്വലതയായത്? അതുകൊണ്ട് നിങ്ങൾ ഒരു ചോദ്യം കൂടെ എഴുതിയിടണം. ജെൻഡറുകളെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പല അഭിപ്രായം, ജസ്റ്റ് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഡൗൺ. ഏതെങ്കിലും ഒരു ജെൻഡർ, ഇപ്പം 107 എണ്ണം വരെ എണ്ണി എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ജെൻഡറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആത്മാർത്ഥമായിട്ട് എഴുതണം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഞാൻ അവർക്ക് വേണ്ടി എന്ത് ഭാഷയാണ് ഉപയോഗിക്കുന്നത്? അവരെക്കുറിച്ച് സംസാരിക്കുമ്പം ഞാൻ എന്ത് ഭാഷയാണ് ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്പിറേഷൻസിനെ പറ്റിയാണ്. ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയുള്ള ആസ്പിറേഷൻസിലെ ചില ഘടകങ്ങൾ, ഇതിനൊക്കെ നമ്മൾ നേരിടണം. എന്നിട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ബോഡി അടുത്തത്, അതും കൂടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ്റെ നിർത്താം. ബോഡിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ടാറ്റു ഉള്ളവർ ഒന്ന് കൈവക്കാമോ? എവിടെയെങ്കിലുമൊക്കെ ടാറ്റു ഉള്ളവർ കൈവക്കാൻ പറ്റത്തില്ല. അല്ല, കുഴപ്പമില്ല. അത് ലേവ്യർക്ക് എഴുതിയ ലേഖനം, ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം തൽക്കാലം നമുക്ക് മൂടി വെക്കാം. നിങ്ങൾക്ക് അറിയാമോ അതെന്തുവാന്ന്? അത് ഇതിനെപ്പറ്റി അല്ലെന്ന്, അത് വേറെ വിഷയമാണ്. അതും കോട്ട് ചെയ്തുകൊണ്ട് ടാറ്റു ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ല. ടാറ്റു ഉണ്ടോ? ആർക്കെങ്കിലും ടാറ്റു ഉണ്ടോ? അത് കുഴപ്പമുള്ള കേസല്ലെന്ന്. അത് കുഴപ്പമില്ല കുഞ്ഞ്. ബിഷപ്പ് നോക്കി കേട്ടോ, നീ ഏത് ഡയസിസാ? അവിടെ നിന്ന് വീട് മാറുക. ഇവിടെ ഇല്ലാത്ത ആരുടെയും ഒരാളുടെ അടുത്ത് പോകും. കഴിഞ്ഞിടയ്ക്ക് കോളേജിൽ ഒരു കൊച്ച് പുതിയ ടാറ്റു, അവളുടെ ദേഹം നിറയെ ടാറ്റുവാണ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇനി പുതിയ ടാറ്റു അടിക്കാൻ കൊച്ച എവിടെ സാറിന് കാണുമോ? ഞാൻ എനിക്ക് കാണണ്ട. അല്ല കുഴപ്പമില്ല സാറേ, ജസ്റ്റ് ലുക്ക്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഐ എം ഗുഡ്. അല്ല സാറേ, ഇത് ഇവിടെ ആണ്. She was wearing a, what do you call it, that goes up and then it makes the thing visible. She was wearing that kind of a dress, some kind of a butterfly. അപ്പോൾ പലരും ചിന്തിക്കും, സാറ് നോക്കിയല്ലേ എന്ന്. It was a butterfly. നല്ലോണം ചോദിച്ചത്, സാറേ കൊള്ളാവോ സാറേ?
ഞാൻ നന്നായിട്ടുണ്ട് വെച്ചേ. ഞാൻ പിന്നെ ചോദിച്ചു, എന്തിനാ കുഞ്ഞെ ഇത്രയൊക്കെ ടാറ്റു? നിങ്ങൾക്ക് കേൾക്കണോ അതിൻ്റെ ഉത്തരം? കേൾക്കണോ? ഇത് 2 പേർ പറഞ്ഞ ഉത്തരം കമ്പൈൻ ചെയ്ത് ഞാൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ ഈ സെഷൻ നിർത്തും. 2 പോയിൻ്റ് വേറെ ഉണ്ട്, ഇതൊക്കെ ഞാനിപ്പോൾ പറയുമോ. ആ കുഞ്ഞ് പറഞ്ഞ ഉത്തരം, അതിനു മുമ്പ് വേറൊരു ചെറുക്കനും കൂടെ പറഞ്ഞ ഉത്തരം പറയാണ്. അവൻ്റെ ദേഹം നിറച്ച് ടാറ്റു. പറഞ്ഞ ഉത്തരം ഇതാണ്: സാറേ, ഇതെൻ്റെ ജീവിതമാണ്. ദിസ് ഈസ് ദ നാരറ്റീവ് ഓഫ് മൈ ലൈഫ്. യു സീ മൈ ടാറ്റു, യു റീഡ് മൈ ലൈഫ്. ഇത് ഇവർക്ക് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഇതിനെ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ കൊണ്ട് കെട്ടരുത്. ആ കുഞ്ഞെന്താ പറയാൻ ശ്രമിക്കുന്നത്? ഒരു ചെറുക്കൻ എന്നോട് പറഞ്ഞു, എൻ്റെ ചാച്ചാ, വണ്ടി ഇടിച്ച് കഷ്ണം കഷ്ണമായിട്ട് എവിടെയെങ്കിലും റോട്ടിൽ കിടക്കുമ്പോഴേ കയ്യിലും കാലിലും നോക്കിയാൽ എൻ്റെ ജീവിതകഥ കിട്ടും. ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടാ, ഞാനിങ്ങനൊന്നും ചിന്തിച്ചില്ല കേട്ടോ. എവിടെടാ അതടിക്കുന്നത്? സ്കാറിഫിക്കേഷനുണ്ട്. സ്കാറിഫിക്കേഷൻ പിന്നെ മെനകടായിരിക്കും കേട്ടോ, അത് പോകണ്ട, ഡോണ്ടി. അത് ഈ ലേഖ്യ പുസ്തകത്തിൽ പറയുന്ന ആ ഒരു സംഗതിയിൽ വരും. പക്ഷെ പിയേഴ്സിങ്, നാവിൻ്റെ തുമ്പത്ത്, ഇവിടെ ഈ കിറിയയിൽ, ഇവിടെ മൂക്കൊക്കെ ചൊറിയണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ആരോഗ്യം, ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്. പക്ഷേ ഇത് ഈ തലമുറയുടെ കമ്മ്യൂണിക്കേഷൻ രീതിയാണെന്നാണ് ഈ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ രീതി. ഒരു ചോദ്യം കൂടെ എഴുതിയിടും. ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പം എനിക്ക് ഉത്തരം വേണ്ട. നിങ്ങൾ ഇന്ന് വൈകിട്ട് പോകുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കണം, ആത്മാർത്ഥമായിട്ട് ഉത്തരം എഴുതണം. കൾച്ചറൽ ബോഡി, വെർച്വൽ ബോഡി. നമ്മൾ എന്താണ്, അവതാറുണ്ട്, പിന്നെന്താ ജിബ്ലിയോ, കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ജിബ്ലി. എത്ര പേര് ജിബ്ലിഫൈഡ് ആയി ഇവിടെ? ഹൗ മെനി ജിബ്ലീസ് ഹിയർ? എല്ലാവരും ചെയ്തോ ജിബ്ലി? അവതാറൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. ജിബ്ലി ഉണ്ട്, പിന്നെയും വന്നുകൊണ്ടിരിക്കുക ഇനിയും. പിന്നെ സ്പിരിച്വൽ ബോഡിയുണ്ട്, അതിലേക്ക് ഡീറ്റെയിൽസിനെ ഞാൻ പോകും. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയാണ് റീഇമാജിൻ ചെയ്യുന്നത്? അതൊന്ന് എഴുതിയിട്ട്. ഹൗ എം ഐ റീഇമാജിനിങ് മൈ ബോഡി കൾച്ചറലി, വെർച്വലി ആൻഡ് സ്പിരിച്വലി? ഹൗ എം ഐ റീഇമാജിനിങ് മൈ ബോഡി കൾച്ചറലി, വെർച്വലി ആൻഡ് സ്പിരിച്വലി? ശരീരം സ്പിരിറ്റാണോ മാറ്ററാണോ? ഇവിടെ തിയോളജിൻസൊക്കെ ഇരിപ്പുണ്ട്, ഞാനും സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. ശരീരം, കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്കിതൊക്കെ അറിയാവുന്ന ആൾക്കാർ വിചാരിക്കുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ എന്നോട് ചോദിച്ചു, ശരീരം സ്പിരിറ്റാണോ ബോഡിയാണോ മാറ്ററാണോ? ഞാൻ പറയാം, എന്നാ സംശയം? സ്പിരിറ്റ്. അത് ചോദിച്ചാൽ സ്പിരിറ്റോ? ആ, സ്പിരിറ്റ്. എൻ്റെ കുഞ്ഞെ, സ്പിരിച്വൽ അല്ലാത്ത ഒരു അംശം നിൻ്റെ ദേഹത്തിലില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എവിടെയോ ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട്. അത് തക്സയിലും നമ്മുടെ കുർബാനയിലും ഉള്ളതാണ്. റോമർ 12:1. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗങ്ങളായി അർപ്പിപ്പിനി. ഇത് എന്താരാധനയാണെന്നാണ് പറയുന്നത്? ബുദ്ധിയുള്ള ആരാധന. ദൈവം ആത്മാവ്, ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നാണ് സാറേ ഉള്ളത്. അത് കർത്താവ് പറഞ്ഞതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയാൽ എങ്ങനെ ശരിയാവും? ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സ്പിരിറ്റല്ലേ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ പിണങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ശരീരം സ്പിരിറ്റാണ്. ഇതൊരു കണ്ടിന്യൂമാണ്. ഇതിങ്ങനെ ഒരു പ്ലേറ്റോണിക്, ഒരു ഗ്രീക്ക് രീതിയിൽ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞ് എവിടെയൊക്കെയോ ഒരുമിച്ച് കിടക്കുക. ഇതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ആത്മാവിലുള്ള ആത്മീയതയൊക്കെ എൻ്റെ ശരീരത്തിലുമുണ്ട്. ഒന്നും കൂടെ കടത്തി പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലുള്ള ശാരീരികതയൊക്കെ എൻ്റെ ആത്മാവിലും കണ്ടേക്കാം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ ശരീരത്തെ പറ്റിയൊക്കെ? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം. അടുത്തൊരു സ്ലൈഡും കൂടെ കാണിച്ച് ഞാൻ നിർത്തുകയാണ്. ഇതാണ് ചില പിക്ചേഴ്സ്. അതിനകത്ത് ഒരു ചെവിയിൽ വെച്ചേക്കുന്നതുണ്ടോ? അത് ക്രിസ്ത്യൻ ഇതെല്ലാം ക്രിസ്ത്യനാണ്. ഫിയർ നോട്ട് എന്നൊക്കെ ഐശയ്യാ പ്രവചനമാണ്. കുരിശായി വെച്ചേക്കുന്ന ചെവിയിൽ. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവർക്കുണ്ട്, ബിക്കോസ് ദേ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്.
Why should we stop them from communicating? അടുത്ത വൾണറബിലിറ്റിയാണ്. ഇതൊന്ന് തൊടാൻ പോലും പറ്റത്തില്ലല്ലോ ദൈവമേ. ഞാൻ നിർത്തുകയാണ്. 1996 ചരൽക്കുന്നിൽ ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുക. ഞാനന്ന് 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി. പ്രായം കൂട്ടിക്കോളൂ. അന്ന് അവിടെ ഒരു അച്ഛൻ വന്നു. അന്നത്തെ സഭാ സെക്രട്ടറി. അച്ഛൻ്റെ പേര് ഞാൻ മറന്നുപോയി. അച്ഛൻ വന്ന് അച്ഛൻ്റെ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞിട്ട് അച്ഛനൊരു വാക്യം കോട്ട് ചെയ്തു. ആ വാക്യം ഇങ്ങനെയാണ്: നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കരുത്. എന്നാൽ നീ പോകുന്നിടത്തൊക്കെയും നിൻ്റെ ജീവനെ ഞാൻ നിനക്ക് കൊള്ള പോലെ തരും. അന്ന് ഞാനത് കുറിച്ചിട്ടതാണ്. ഇതെൻ്റെ ലൈഫ് വേഴ്സാണ്. ദിസ് ഇസ് മൈ ലൈഫ് വേഴ്സ്. Do not desire, seekest thou great things for thyself, seek them not. Seek them not. 30 വർഷത്തിന് ശേഷം മറ്റൊരു സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കിതിനപ്പുറത്തൊന്നും പറയാനില്ല. My dear friends, I am reintroducing the Marthomer Church to you. 30 വർഷം മുമ്പ് ഒരു സഭാ സെക്രട്ടറി സാക്ഷ്യം പറഞ്ഞ് നിർത്തിയത് ഈ വാക്യം വെച്ചാണ്. 30 വർഷത്തിന് ശേഷം ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡൻസ് കോൺഫറൻസിൽ പ്രസംഗം തുടങ്ങുന്നതും ഇങ്ങനെയാണ്. I want to challenge you this morning, this afternoon. Will you rededicate your lives now or this evening in the light of what we just read? നിൻ്റെ ജീവനെ കൊള്ള പോലെ നിനക്ക് തരും. അത് വാഗ്ദാനമാണ്. നീ എന്ത് പീഠത്തിന്മേൽ വയ്ക്കും? അത് ചോദ്യമാണ്. അതിനുത്തരം എനിക്ക് തരാൻ പറ്റില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും തരാൻ പറ്റില്ല. അത് നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള തീരുമാനമാണ്. It's just my prayer that the Spirit of the Lord will move over your decisions today, and that He will honor it, and that it will rise as incense to the throne of heaven, and this decision will be sealed for eternity. പ്രാർത്ഥിക്കാം. മോനെ ജസ്റ്റിനെ പാട്. ഞാൻ തുടങ്ങുമ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നുപോയല്ലേ? കൈമുത്ത് മേടിക്കാനും മറന്നു, പ്രാർത്ഥിക്കാനും മറന്നു. ഇതൊക്കെ ഇങ്ങനെ അവസാനിച്ചത് നന്നായി. നീ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് ചെയ്തു. ഞാൻ പോകുമ്പോൾ മേടിക്കും. ഇത് ജസ്റ്റിൻ. ഇവൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ 2ാം വർഷം MA സൈക്കോളജി ഈ വർഷം കഴിഞ്ഞു. 111ാമത്തെ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ സ്റ്റുഡൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഓക്കെ, ഷാൽ വി പ്രേ? ലെറ്റ്സ് പ്രേ. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയറ്റുന്ന അതാ 113ാമത് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ 2ാം ദിവസമാകുന്ന ഇന്ന് ആൽവിൻ സാറിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ ദർശനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നതാ. ദൈവമേ, പലപ്പോഴും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടി ഈ ലോകത്തിലായിരിക്കുന്നുവെന്ന ദർശനം പലപ്പോഴും ഞങ്ങൾ വിസ്മരിച്ചപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളിലൂടെ വീണ്ടും നിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരുവാൻ നീ കാണിക്കുന്ന വൻകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നതാ. ദൈവം, ഞങ്ങൾ ഈ വചനം കേട്ട് ഇത് വെറുതെ കളയുന്നവരായി പോകാതെ ഈ വചനങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അനേകം പേർക്ക് നിൻ്റെ വചനങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുവാനുള്ള കൃപയും ആഹ്വാനവും നീ ഞങ്ങൾക്ക് ഈ കോൺഫറൻസിലൂടെ തരണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നതാ. ഇതുവരെ വ്യാപരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. ഇനിയുള്ള ഞങ്ങളുടെ സെഷൻസിലും കൂടെ ഇരിക്കണമേ. ദൈവമേ, ഈ സെഷൻ എടുത്ത് ആൽവിൻ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകം വിദ്യാർത്ഥികൾക്ക് നിന്നെ പകർന്നു കൊടുക്കുവാനുള്ള ശക്തിയും മഹത്വവും ഈ കാലയളവിൽ അദ്ദേഹത്തിന് നൽകിയല്ലോ. തുടർന്നുള്ള സേവനത്തിലും നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ദൈവമേ, തുടർന്നുള്ള എല്ലാ കാര്യപരിപാടികളിലും നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാം ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിച്ചുകൊള്ളുന്നു. കൃപയോട് കേട്ട് ഉത്തരം വല്ലുമാറാകണമേ. Thank you, friends.